കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ലെ നിർമ്മാണ സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് NH സംരക്ഷണ സമിതി ഇടുക്കിയിൽ നടത്തിയ ലോങ് മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. വാളറ 3-ാം മൈലിൽ നിന്നും ആരംഭിച്ച മാർച്ച് നേര്യമംഗലം വനംവകുപ്പ് ഓഫീസിന് മുന്നിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത്. ദേവികുളം താലൂക്കിൽ ദേശീയപാത സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് റാണിക്കല്ലിന് സമീപം 3-ാം മൈലിൽ നിന്ന് നേര്യമംഗലം വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വിവിധ മത സാമുദായിക സംഘടനകളിലെ ആളുകൾ, വ്യാപാരി വ്യവസായികൾ, UDF, LDF ഉൾപ്പെടെയുള്ള മുന്നണി പ്രവർത്തകർ അടക്കമുള്ളവരാണ് മാർച്ചിൽ പങ്കെടുത്തത്. വനംവകുപ്പ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പ്രതിഷേധം അണപൊട്ടി. പ്രതിഷേധക്കാർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. അരമണിക്കൂർ നേരം സംഘർഷാവസ്ഥ തുടർന്നെങ്കിലും നേതാക്കളെത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. പിന്നീട് ഇടുക്കി ഭാഗത്തുനിന്നും കോതമംഗലം ഭാഗത്തുനിന്നും എത്തിയ പ്രതിഷേധക്കാർ നേര്യമംഗലം പാലത്തിന് സമീപം ഒത്തുകൂടി. KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പ്രതിഷേധക്കാർ നേര്യമംഗലത്ത് തടഞ്ഞു. പിന്നീട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പിന്മാറി. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് സമരം നടത്തുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പ്രതിഷേധം ഇവിടെ സമാധാനപരമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഞങ്ങൾ ഹൈവേ ഉപരോധിക്കുകയും അതുപോലെ തന്നെ ഹർത്താലുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചതല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ഇത് നേരത്തെ കൂട്ടി നോട്ടീസ് കൊടുത്ത് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ സമരം അതിജീവിക്കാനുള്ള പോരാട്ടത്തിലുള്ള സമരമാണ്. സ്ത്രീകളും പ്രായമായവരും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ലോങ് മാർച്ചിൽ പങ്കെടുത്തത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാത്ത സ്ഥലത്ത് നിർമ്മാണം പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ദേശീയപാത നിർമ്മാണം പ്രതിസന്ധിയിലായത്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് പ്രതിസന്ധിയിലായത്. ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയിൽ സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, ഇടുക്കി.